വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്ത് സമ്മറിയിലെ പോയിന്റ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ നിങ്ങളുടെ ആ ചാപ്റ്ററിന്റെ ഇതിലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത സമ്മറി പോയിന്റ്സ് ഇതൊക്കെയായിരുന്നു. ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. The period T is the time required for one complete oscillation or cycle. It is related to the frequency nu by T is equal to 1 by nu. The frequency nu of periodic or oscillatory motion is the number of oscillations per unit time. In the SI unit, it is measured in hertz. 1 hertz is equal to 1 oscillation per second, which is 1 second raised to -1. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പൊ നമുക്ക് ഇന്ന് നെക്സ്റ്റ് സെക്ഷൻ ആയ ദാറ്റ് ഇസ് 14.3 സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്തൊരു പാർട്ടിക്കിള്, ഈ ഫിഗറിന്റെ അകത്തൊരു പാർട്ടിക്കിള് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുവാണ് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട്. അപ്പം ഇത് ദിസ് ബി ദ ഒറിജിൻ, ഇത് ഒറിജിൻ ആയിട്ട് തന്നെ എടുക്കുക. ഇതാണ് നമ്മുടെ ഒരു റെഫറൻസ്, ഒരു 0 എന്ന് പറയുന്ന പൊസിഷൻ. ഇതും ഇങ്ങോട്ട് പ്ലസും ഇങ്ങോട്ട് മൈനസും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു എന്താണ്, ഒരു പാർട്ടിക്കിള് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് പ്ലസ് ചെയ്യും, ഇങ്ങേ അറ്റത്തുള്ള മൈനസ് ചെയ്യും ആണ് പോയിന്റ്സ് എന്ന് വിചാരിക്കുക. ഇതിന്റെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യണം, ഒരു പാർട്ടിക്കിൾ അങ്ങോട്ട് പോകുന്നു, തിരിച്ച് ഈ ഒറിജിനിൽ വരുന്നു, പിന്നെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതാണ്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുവാണ്. അതാണ് ഈ പടം ഡെപിക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഓസിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓസിലേറ്ററി മോഷൻ, ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയണമെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഈ ഒറിജിൻ, ഈ പർട്ടിക്കുലർ ഒറിജിനിൽ നിന്നും ഇത് എത്രമാത്രം ഇങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇങ്ങോട്ട് പോകുന്നു, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എത്രമാത്രം അത് ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെറ്റ് ദാറ്റ് ബി എക്സ് എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച്, അത് വിത്ത് റെസ്പെക്ട് ടു ടൈം, ആ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും that displacement as a function of time. Displacement as a function of time, അതിന്റെ വേരിയേഷനെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ, ഈ കോസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഡെഫിനറ്റ്ലി കോസ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് അവിടെ കോസ്. ലൈക്വൈസ് സൈനും എടുക്കാം കേട്ടോ, സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ദെൻ നമുക്ക് അവിടെ പറയാൻ സാധിക്കും ദാറ്റ് ഇസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ സാധിക്കും. ഇവിടുത്തെ എ, ഒമേഗ, അതുപോലെ തന്നെ ഫൈവ്, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണും. ഓക്കെ, അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പീരിയോഡിക് മോഷൻ അല്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി, അതെന്ന് പറയുന്ന ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരിക്കണം. സൈനുസോയിഡൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൈം അനുസരിച്ച് പീരിയോഡിക് ആയിട്ട് നടക്കുന്ന എന്താണ്, ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, ഒരു പീരിയോഡിക് ആയിട്ട് ടൈം അനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം പീരിയോഡിക് ആയിട്ട്, അതായത് സൈനുസോയിഡൽ ആയിട്ട് നടക്കുന്ന സൈനുസോയിഡൽ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഒരു പോസിറ്റീവ് വാല്യൂലേക്ക് എത്തും, അതിനുശേഷം എന്ത് സംഭവിക്കും, അത് തിരിച്ച് വീണ്ടും ഒരു സീറോയിലെത്തി വീണ്ടും നെഗറ്റീവ് വാല്യൂയിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും സീറോയിലെത്തി പോസിറ്റീവ് വാല്യൂ എത്തും. അപ്പൊ ആ തരത്തില് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആവുകയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഇസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറെ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു പാർട്ടിക്കിള് ഇപ്പം ഈ ഒരു പാർട്ടിക്കിള് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ടീവ് ആണ്. ഒരു പാർട്ടിക്കിളിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കുകയാണ്. അത് പല ടൈം ഇന്റർവെൽസിലാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ഇവിടെ അറ്റ് ടൈം ടി ഇസ് ഈക്വൽ ടു 0, അത് കഴിഞ്ഞാൽ T/4 ആകുമ്പം, T/2 ആകുമ്പം, 3T/4 ആകുമ്പം, T ആകുമ്പോൾ 5T/4 ആകുമ്പം. അപ്പം ഈ സമയത്തുള്ള ഓരോ സമയത്തുള്ള അതിന്റെ SH ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ T ഇസ് ഈക്വൽ ടു 0 കഴിഞ്ഞ് പിന്നെ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് T ഇസ് ഈക്വൽ ടു T/4 ആണ്. അപ്പൊ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ മോഷന്റെ പീരീഡ് ഓഫ് മോഷൻ, അത് ടൈം പീരീഡ്
ദറ്റ് ഇസ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന നമ്മൾ ക്യാപിറ്റൽ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്ത ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് T/4 ആണ്. ഓക്കെ ഓക്കെ, ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടി എന്ന് പറയുന്നത് T/4 ആണ്. അതാണ് പീരീഡ് ഓഫ് മോഷൻ. സോ ഫസ്റ്റ് നോക്കുക, അതെങ്ങനെയാ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ, ഫസ്റ്റ് ടൈം T=0 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്ത് സംഭവിച്ചു? ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പാർട്ടിക്കിള് ഈ എ എന്ന് പറയുന്ന ഈ പൊസിഷനിലാണ് നമ്മൾ പാർട്ടിക്കിൾ ഇപ്പൊ ഇരിക്കുന്നത്. T=0. അതിനുശേഷം നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് T=0 പ്ലസ് ടൈം പീരീഡ്. സോ 0 പ്ലസ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T/4 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു T/4. അങ്ങനെയാണ് ഈ T/4 അവിടെ വരുന്നത്. അപ്പൊ T/4 സമയത്ത് എന്ത് പറ്റും? പാർട്ടിക്കിള് ഈ എയിലുള്ള പാർട്ടിക്കിള് ഒരു T/4 ഇന്റർവൽ കഴിഞ്ഞപ്പം ഇവിടെ എത്തി, ഈ ഒറിജിനിലെത്തി. നൗ ദ പാർട്ടിക്കിൾ ഇസ് അറ്റ് O. ഈ ഓയിൽ എത്തുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ മോഷൻസ് എല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ മോഷനെ പ്ലെയിൻ ആ ചാപ്റ്ററിലെല്ലാം കണ്ടാണ്. നമുക്കറിയാം ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് അതിന്റെ സ്പീഡ് മാക്സിമം ആവുന്നത്. സ്പീഡ് മാക്സിമം ആവുന്നത് ഈ പോയിന്റിൽ എത്തുമ്പോഴാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ സ്പീഡ് 0 ആണ്, ഈ ഒറിജിനിൽ എത്തുമ്പോൾ സ്പീഡ് മാക്സിമത്തിലായിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനി എന്ത് പറ്റും? അതിനുശേഷം ഈ വീണ്ടും T/4 കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു T/4 സമയം കഴിയുമ്പോൾ, കാര്യം ഇന്റർവൽ എന്ന് പറയുന്നത് അതാണ്, ദാറ്റ് ഇസ് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് T/4ന്റെ കൂടെ വീണ്ടും നമ്മൾ ടൈം പീരീഡ് കൂട്ടുക. അപ്പൊ എപ്പോഴും നമ്മളുടെ നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് T പ്ലസ് കറന്റ് ടൈം പ്ലസ് T. ഓക്കെ, പ്രസന്റ് അത് ഇപ്പോഴത്തെ ഉള്ള ടൈം പ്ലസ് T ആണ് നെക്സ്റ്റ് ടൈം തരുന്നത്. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്രസന്റ് ടൈം പ്ലസ് ഈ ടൈം പീരീഡ് കൂട്ടണം. അപ്പൊ T/4 പ്ലസ് T/4 ചെയ്യുമ്പോഴാണ് നമുക്ക് T/2 കിട്ടുന്നത്. അപ്പൊ T/2 എന്ന് പറയുന്ന ആ സമയം എത്തുമ്പോഴത്തേക്കും പാർട്ടിക്കിൾ എവിടെ എത്തി? പാർട്ടിക്കിൾ ഇവിടെ ആയിരുന്നു, അത് നേരെ മൈനസ് ചെയ്യുന്ന പറഞ്ഞ ഈ പൊസിഷനിൽ എത്തി. അതിനുശേഷം ഈ നെക്സ്റ്റ് വരുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടൈം T/2 ആണ്. അതിന്റെ കൂടെ വീണ്ടും നമ്മൾ ടൈം പീരീഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 3T/4. അപ്പം 3T/4 എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും പാർട്ടിക്കിൾ തിരിച്ച് ഈ 0 എന്ന് പറഞ്ഞ പൊസിഷനിലെത്തി. എന്റെ ലൊക്കേഷൻ വീണ്ടും 0-ലെത്തി. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 3T/4ന്റെ കൂടെ അഗെയിൻ യു ഹാവ് ടു ആഡ് T/4. അപ്പൊ നമുക്ക് കിട്ടും T. ഇപ്പൊ നെക്സ്റ്റ് T എന്ന് പറഞ്ഞ ടൈമിൽ വീണ്ടും പാർട്ടിക്കിൾ എവിടെ എത്തുന്നു? റൈറ്റ് സൈഡിലേക്ക് പോയി, അത് എയിലെത്തുന്നു. അതിനുശേഷം വീണ്ടും ഈ T എന്ന് പറയുന്നത് ടിയുടെ കൂടെ T/4 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റഡ് ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ T/4 ആണ്. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ T/4 ആണ്. ദാറ്റ് ഇസ് ഇത് കൂടുമ്പോൾ 5T/4 വരും. 5T/4 വരുമ്പോൾ അഗെയിൻ എന്താണ്? അത് 0-ൽ വരുന്നു. അപ്പൊ എന്താണ്? ഓരോ T/4 ടൈം പീരീഡ് കഴിയുമ്പോഴും എന്താണ്? ആ ഒരു മോഷൻ റിപ്പീറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്? അത് ഒറിജിനിൽ നിൽക്കുന്നു, അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, അടുത്ത T/4 തിരിച്ച് ഒറിജിനിൽ വരുന്നു, അടുത്ത T/4 അത് മൈനസ് വാല്യൂയിലേക്ക് പോകുന്നു. അത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ചെയ്യും, ഇത് മൈനസ് ചെയ്യുവാണ്. അപ്പം എങ്ങനെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം കഴിയുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഇന്റർവെൽ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഇന്റർവെല്ലിലേക്ക് മൈനസ് പൊസിഷനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈമിൽ വീണ്ടും അത് മെയിൻ പൊസിഷനിലേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് വരുന്നത് ഇവിടെ. സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം അനുസരിച്ച് സൈനുസോയിഡൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് ഇവിടെ. അപ്പം ഈ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ആ ടൈമാണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ്. എവിടെ? നമ്മളിപ്പം നമുക്ക് ഇവിടെ ഇപ്പൊ ഇത് ഒറിജിനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നേരെ മറിച്ച് നമുക്ക് നെഗറ്റീവ് വാല്യൂവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിലും ദ സെയിം തിങ് ഹാപ്പൻസ്. അതെങ്ങനെ വരും? നമ്മളിപ്പം എങ്ങനെ വരുന്നത്? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നെഗറ്റീവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ T/4 സമയം കഴിയുമ്പോൾ അത് ഒറിജിനിൽ വരും. അതിനുശേഷം അടുത്ത T/4 സമയം കഴിയുമ്പോൾ അത് ഇവിടെ എത്തും. വീണ്ടും നെക്സ്റ്റ് T/4 അത് ഒറിജിനിലെത്തും. അടുത്ത T/4 ഇന്റർവൽ ഓഫ് ടൈം കഴിയുമ്പോൾ അത് നെഗറ്റീവിലെത്തും. ഇപ്പൊ എവിടെ വന്നു കഴിഞ്ഞാലും ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ആ ടൈം പീരീഡ് ഫിക്സ്ഡ് ആകുമ്പോഴത്തേക്കും ഈ ഒരു മോഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ആവുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോഴാണ്. എക്സ്ട്രീം പൊസിഷൻസിൽ അത് എയിലും -എയിലും സ്പീഡ് 0 ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസിലുള്ളത്, വൈ ആക്സിസിലുള്ളത് ഡിസ്പ്ലേസ്മെന്റും
എക്സ് ആക്സിസിലുള്ളത് ടൈമുമാണ്. അപ്പം ഒരു SHMന്റെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. എല്ലാ ടൈമിന്റെ അകത്തും ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പം ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എങ്ങനെയാണ്? ആദ്യം മാക്സിമം വാല്യൂല്, ഇപ്പൊ മാക്സിമം വാല്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് അത് കുറഞ്ഞ് സീറോയിലെത്തി വീണ്ടും അത് അതിന്റെ നെഗറ്റീവ് വാല്യൂയിലേക്ക് എത്തുന്നു, നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് പോസിറ്റീവ് മാക്സിമത്തിലേക്ക് എത്താൻ ആദ്യം ആ ഇക്വിലിബ്രിയം പൊസിഷനായ നമ്മുടെ സീറോയിലേക്ക് എത്തുന്നു. അതിനുശേഷം വീണ്ടും അത് പോസിറ്റീവ് വാല്യൂയിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു റൗണ്ട് ഓഫ് ഒരു സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നെക്സ്റ്റ് ഈ ഒറിജിനൽ പൊസിഷൻ വരുമ്പോൾ അതാണ് അവിടുത്തെ എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടൈമാണ്. അതിനുശേഷം വീണ്ടും ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. ഇറ്റ്സ് എ സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരിക്കും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. അതാണ് സൈനുസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ a cos omega t plus phi. അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ a sin omega t plus phi. അപ്പൊ ഇതിൻ്റെ അകത്തെ ഓരോ ക്വാണ്ടിറ്റിയും എന്താന്ന് നോക്കുവാണെങ്കിൽ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് നെയിം ഉണ്ട്. ദാറ്റ് ഇസ് x of t എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇത് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് x which is a function of time, and a is the amplitude. a എന്ന് പറയുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് എത്രമാത്രം മാക്സിമം ഹൈറ്റ്, അത് സീറോയിൽ നിന്നും അത് പോകുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ്. അത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എഴുതുന്നത്. നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന അപ്പോഴാണ് ഈ മൈനസ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം ഹൈറ്റ് ആണ് ഈ മൈനസ് എ കൊണ്ടിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്, എത്രമാത്രം ഹൈറ്റ് ആണ് അത് പോകുന്നത് എന്നുള്ളതാണ്. ദെൻ ഇവിടുത്തെ ഈ ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മോഷനെ പ്ലെയിനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ദ സെയിം ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ ഇവിടെയും കണ്ടിരുന്നത്. ആൻഡ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് ഈ ഒമേഗ ടിയും അതിന്റെ കൂടെ ഫൈയും കൂടെ കൂട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിനെ ഫേസ് എന്ന് പറയുന്ന പേരാണ് വിളിക്കുന്നത്. ഫേസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ഈ ഫേസ് എന്ന് പറയുന്ന ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പൊ ടൈം എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും ടൈം ഡിപ്പെൻഡന്റ്. ഇറ്റ്സ് ടൈം ഡിപ്പെൻഡന്റ് എന്ന് പറയും. എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിന് ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ടൈം ഡിപ്പെൻഡന്റ്. ആൻഡ് അവിടുത്തെ പിന്നെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫൈ അല്ലെ. ഫൈ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അത് നമ്മുടെ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആണ്. അതിനെയാണ് ഫേസ് എന്ന് വിളിക്കുന്നത്. ആ ആർഗ്യുമെന്റിന് ടൈം ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് വി കോൾ ഇറ്റ് ആസ് ടൈം ഡിപ്പെൻഡന്റ്. ആൻഡ് ഫൈ എന്ന് പറയുന്ന സംഭവം അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫേസ് കോൺസ്റ്റന്റ് എന്നാണ്. ഇതെല്ലാം എന്താണ് നമ്മൾ ഒന്നുകൂടെയും കൂടി കാണും. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പം amplitude. Okay, so 1 second. So A is the amplitude. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് SHMന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ്. അത് നോക്കിക്കേ, ഇതിന്റെ അതിന്റെ മാക്സിമം പോകാൻ പറ്റുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ, അഥവാ ഇതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ്. സോ ദിസ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നതിന് അത് പോസിറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവ്ലി അതിന് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. എയും പ്ലസ് എയും ഉണ്ട് മൈനസ് എയും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ എക്സ്പ്രഷനിൽ പ്ലസ് എ തന്നെയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ ദാറ്റ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ഓഫ് ടി ആണ്, വിച്ച് ഇസ് ഗിവൺ ബൈ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിങ്ങനെയാണ്. നമുക്കറിയാം ഈ കോസ് എന്ന് പറയുന്നുണ്ട്, കോസ് എക്സിന്റെ മാക്സിമം ഏതൊരു ഫംഗ്ഷൻ എടുത്താലും വാട്ട് എവർ കോസ് ഓഫ് വാട്ട് എവർ തിങ് അതിന്റെ മാക്സിമം കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. മാക്സിമം അത് നമ്മുടെ കോസിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കോസിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ +1 ആണ്. നമുക്കറിയാം ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് കോസ് 0. ഓക്കെ, ആൻഡ് അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് കോസിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്.
അപ്പം ഇതാണ് കോസ് ഫംഗ്ഷന്റെ, ഇത് ഒമേഗ ടി കോസ് ഒമേഗ ടി പ്ലസ് ഫൈക്ക് മാക്സിമം ഇതിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ -1 എന്താണ് ഈ -1 +1 ഇടയ്ക്കായിട്ടായിരിക്കും അതിന്റെ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ ഇരിക്കും? നമ്മുടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ a × +1, സോ ദാറ്റ് ഇസ് +a. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ +a-യും അതിന്റെ മിനിമം ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ മിനിമം ഏറ്റവും അതിന് കുറഞ്ഞ ഏറ്റവും പോകാൻ പറ്റുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിസിലേക്കുള്ളതാണ്. അത് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1, സോ -a ആണ്. അത് ഡിസ്പ്ലേസ്മെന്റ് വേരി ചെയ്യുന്നത് ഈ രണ്ട് എക്സ്ട്രീംസിൽ നിന്നുകൊണ്ടാണ്, +a-യിലും -a-യിലും. അതോടെ കൂടി ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ബ്ലാക്ക് കളറിലെ ഒരു ഗ്രാഫും നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരു ബ്ലൂ കളറിലെ വേറൊരു ഗ്രാഫും കൂടി നിങ്ങൾക്ക് കാണാം. ബ്ലൂ കളറിലെ ഗ്രാഫിനെ 1 എന്നും ബ്ലാക്ക് കളറിലെ ഗ്രാഫിനെ 2 എന്നും കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എക്സ് വേഴ്സസ് ടി, ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ആണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, രണ്ടും നോക്കിക്കേ ഒരു ഇങ്ങനെ സൈക്ലിക് ആയിട്ട് പോകുന്ന രണ്ട് ഗ്രാഫാണ് ഇവിടെ ഉള്ളത്. സോ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഇവിടെ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്റെയും ആംപ്ലിറ്റ്യൂഡ്സ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. സി, ഈ ബ്ലൂ കളേർഡ് ഗ്രാഫ്, അത് ഫസ്റ്റ് കർവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ദിസ് ഇസ് എ, ഇത് ഫസ്റ്റിന്റെ എ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ സെക്കൻഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ, സെക്കൻഡ് കർവിന്റെ ബിയുടെ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ആണുള്ളത്. അത് ഇത്രയുമാണ് സെക്കൻഡിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അത് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ രണ്ട് SHM, അതിന്റെ ഒമേഗയും ഫൈയും സെയിം ആണ്, പക്ഷെ ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പം ഇതെന്ന് പറയുന്ന SHM, 2 SHMs with same omega and phi but different amplitude. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഓക്കെ, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒമേഗ എന്ന് പറയാം, ഒമേഗ സെയിം ആവുന്നതിന്റെ, ഒമേഗ എങ്ങനെ സെയിം ആണെന്ന് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈം പീരീഡ് സെയിം ആയിട്ടാണ് ഈ രണ്ട് ഗ്രാഫിനും വരുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ഗ്രാഫുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒമേഗയും ടൈം പീരീഡും റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ടൈം പീരീഡ്, അത് ഇതിന്റെ ടൈം പീരീഡ്, ഫസ്റ്റ് ഗ്രാഫിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതുപോലെ സെക്കൻഡ് ഗ്രാഫിന്റെ ടൈം പീരീഡും സെയിം ആണ്. അതുകൊണ്ട് ടൈം പീരീഡ് സെയിം ആയതുകൊണ്ട് ഒമേഗയും സെയിം ആവും. അതുപോലെ ഫേസ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ലാഗിങ് ഇല്ല, അത് ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബിക്കോസ് ഇതിന്റെ ക്രസ്റ്റും ഒരേ ലൈനിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ട്രഫും, ഫസ്റ്റ് ഗ്രാഫിന്റെ ട്രഫും സെക്കൻഡ് ഗ്രാഫിന്റെ ട്രഫും ഒരേ ലൈനിലാണ്. ദാറ്റ് മീൻസ് അതിന്റെ ഫൈയും സെയിം ആണ്, പക്ഷെ വ്യത്യാസം ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്ലോട്ട് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നതിൽ ഇവിടെ ഫൈ എന്ന് പറഞ്ഞ ഇവിടെ ഫൈ സെയിം ആണെന്ന് പറയുന്നത്, ഫൈ സെയിം ആണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഫേസ് ഒരേപോലെയാണ് അവരുടെ ഫേസ് വരുന്നത്. ബിക്കോസ് ഈ ക്രസ്റ്റും അതുപോലെ ട്രഫും, രണ്ടിന്റെയും ക്രസ്റ്റും ഒരേ ലൈനിലാണ്. ദാറ്റ് മീൻസ് അവർക്ക് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അത് വ്യത്യാസമാണെങ്കിൽ, ആ ക്രസ്റ്റും ട്രഫും ഒരേപോലെ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഫേസിന് വ്യത്യാസം ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് എന്ന് പറയുന്ന സുഗ്രുവാണ്. അത് നമ്മളുടെ ഈക്വേഷൻ്റെ അകത്ത് അത് a cos omega t plus phi എന്നാണല്ലോ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഈ കേസിൽ ഈ പർട്ടിക്കുലർ ഗ്രാഫിന്റെ കേസിൽ ഫൈ 0 ആണ്. കാര്യം ഫേസ് ചേഞ്ച് ഒന്നും ഇവിടെ വരുന്നില്ല. ദാറ്റ് ഇസ് a cos omega t-യും അതുപോലെ തന്നെ ഇവിടെ മറ്റേതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ സെക്കൻഡ് ഇത് എക്സ് ഓഫ് എയും ഇപ്പം എക്സ് എ ടിയും ഇത് എക്സ് ഓഫ് ടി ഫോർ ബിയും ആണെങ്കിൽ സെക്കൻഡ് കാര്യത്തിൽ ബി കോസ് ഒമേഗ ടി, ഈ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കർവ് 1ഉം 2ഉം രണ്ട് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്സിനാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഗിവൺ SHM-ന് ആംപ്ലിറ്റ്യൂഡ് ഫിക്സ്ഡ് ആണ്. ഒരു പർട്ടിക്കുലർ SHM-ന് ഇപ്പൊ ഏതെങ്കിലും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് കർവ് എലോൺ എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് കർവ് എലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ഫിക്സ്ഡ് ആണ്. അപ്പം
നമ്മുടെ ആ മോഷന്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റിയും, ആ പാർട്ടിക്കിളിന്റെ പൊസിഷനും വെലോസിറ്റിയും ഏതൊരു ടൈം ടി എടുത്തു കഴിഞ്ഞാലും, അതായത് ഏതൊരു ടൈമിലെയും അതിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റിയും, ആ പാർട്ടിക്കിളിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഈ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. സി, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഈ ഗ്രാഫിനെ വിട്ടേക്കൂ, ഇത് ചിന്തിക്കേണ്ട, ഇത് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ജനറൽ നമ്മുടെ SHM നമ്മൾ ഇങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. XCFT is equal to A cos omega t plus 5. അപ്പൊ ഏതൊരു പർട്ടിക്കുലർ SHM ഏതെങ്കിലും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു പാർട്ടിക്കിളിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതായത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ കേസിൽ അതിന്റെ പൊസിഷനെയും അതിന്റെ വെലോസിറ്റിയും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഫാക്ടർ ആയിരിക്കും. അതിന്റെ പൊസിഷനെയും അതിന്റെ വെലോസിറ്റിയും ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. അപ്പം ഈ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നതാണ് അതിന്റെ ആ സ്റ്റേറ്റ് ഓഫ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി ടൈം ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് ഈ ടൈം ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി ആണ് ഫേസ് ഓഫ് ദ മോഷൻ എന്ന് വിളിക്കുന്നത്. ഫേസ് ഓഫ് ദ മോഷൻ. സോ ബിക്കോസ് ഇതിനെ ഫേസ് ഓഫ് ദ മോഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു SHM ഫോർ എനി SHM ആംപ്ലിറ്റ്യൂഡ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ആംപ്ലിറ്റ്യൂഡ് ഫിക്സ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് ഡിറ്റർമിൻസ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതിന്റെ ആ സ്റ്റേറ്റ് ഓഫ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒമേഗ ടി പ്ലസ് 5 ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഫേസ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ വാല്യൂ ഓഫ് ദ ഫേസ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 നമ്മൾ ടൈം ടി അത് ടി 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഫേസ് എങ്ങനെ ഇരിക്കും? ദ ഫേസ് വിൽ ബിക്കം ദ വാല്യൂ ഓഫ് ദ ഫേസ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ്. അപ്പം അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബിക്കം 5. സോ അതിനെയാണ് ആ ഫേസിന്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് ഫേസ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ഇസ് 5. അപ്പം ആ 5 വിളിക്കുന്നതാണ് ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഫേസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് വിളിക്കും. ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്നും വിളിക്കാം. സോ ചെയ്യുന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് ഫേസ് അറ്റ് t is equal to 0 is called phase constant or phase angle. Okay, അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ SHM എടുക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് അറിയാം എങ്കിൽ, വി നോ ദ ആംപ്ലിറ്റ്യൂഡ്. ഏതെങ്കിലും ഒരു SHM എടുത്ത് കഴിയുമ്പോഴത്തേക്കും, SHM എടുത്തു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുത്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ അറിയാമെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ്, വാട്ട് ഇസ് ഫേസ് കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വി കുഡ് ഡിറ്റർമിൻ ഫ്രം ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കണ്ടുപിടിച്ചാൽ മതി, വിച്ച് വിൽ ഗിവ് യു 5. സിമ്പിൾ ആസ് ഇറ്റ് ഇസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 2 SHMs കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഒരു ബ്ലൂ ലൈനും ഒരു ബ്ലാക്ക് കളറും. അങ്ങനെ 2 ഡിഫറെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിച്ചിരിക്കുകയാണ്. ഇതിന്റെ രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, സി ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഗ്രാഫിന്റെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ ബ്ലൂ കളർ ഗ്രാഫിന്റെ ആംപ്ലിറ്റ്യൂഡും രണ്ടും എന്താണ്? സെയിം ആണ്. ബിക്കോസ് ബ്ലൂ കളറിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെയാണ്, ബ്ലാക്ക് കളറിന്റെ ആംപ്ലിറ്റ്യൂഡ് അവിടെ തന്നെയാണ്. സി ദിസ് ഓൾസോ സെയിം. സോ ഈ ആംപ്ലിറ്റ്യൂഡും ഈ വാല്യൂം സെയിം ആണ്, ബിക്കോസ് ഇത് സെയിം വൈ ആക്സിസിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. അതുപോലെ ഇതിന്റെ ഒമേഗയും സെയിം ആണ്, ഇതിന്റെ ടൈം പീരീഡും സെയിം ആണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇവിടം വരെ എടുക്കുന്ന ടൈമും അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ എടുക്കുന്ന ആ ടൈമും ഒരേപോലെയാണ്. ടൈമും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ നമ്മളിപ്പം കവർ ചെയ്യും. വി ഓൾറെഡി നോ വാട്ട് ഇസ് ദ റിലേഷൻ, ബട്ട് അഗെയിൻ നമ്മളിവിടെ ഒന്നുകൂടെ നമ്മൾ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൽ എയും ഒമേഗയും സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ ഫേസിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതിന് ഫേസ് ഡിഫറൻസ് ഉണ്ട്.
ബിക്കോസ് നമ്മളുടെ ഇതിന്റെ ക്രസ്റ്റുകളും അതിന്റെ ഡ്രഫുകളും തമ്മിൽ ഇൻലൈനിലല്ല, ഒരേ ലൈനിൽ വരുന്നില്ല. നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ട പോലെ ഇപ്പൊ ഇതിന്റെ ക്രസ്റ്റ് ഇവിടെ എത്തി, ഇതിന്റെ ക്രസ്റ്റ് ഇവിടെയാണ്. സോ ദർ ഇസ്, അത് ഇൻലൈനിൽ വരുന്നില്ല നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് പോലെ. അപ്പൊ ഇവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2 SHMs. ഈ ഗ്രാഫ് റെപ്രസെന്റ് 2 SHMs which is having same amplitude and omega but different phase angle. അതാണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലോട്ട് ഇവരെങ്ങനെയാ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മള് SHMന്റെ ഇക്വേഷൻ ഈക്വൽസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 2 കർവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലൂ കർവ്, സി ഇഫ് യു കൺസിഡർ ദിസ് ബ്ലൂ കർവ്, ഈ ബ്ലൂ കർവ് എന്ന് പറയുന്നത് ഇവർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ബൈ പുട്ടിങ്, ഈ ബ്ലൂ കർവ് എന്ന് പറയുന്നത് അതിന് ഫേസ് കോൺസ്റ്റന്റ് 0 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് x ഈക്വൽ ടു a cos omega t യുടെ ഗ്രാഫാണ് അതിന് വരച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള, ദാറ്റ് ഇസ് ദ ബ്ലാക്ക് കളേർഡ് ഗ്രാഫിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ 5 മൈനസ് 5/4 ആണ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് അവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഓരോ ടൈമിന്റെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ x ഈക്വൽ ടു a cos omega t മൈനസ് 5/4 പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ബ്ലാക്ക് കളേർഡ് ഗ്രാഫ്. ഓക്കെ, ഈ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രസ്റ്റും ട്രഫും ഒരേപോലെ ഇൻലൈനിൽ നിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ടൈം പീരീഡ് സെയിം ആണ്. എന്നിട്ടും ക്രസ്റ്റും ട്രഫും ഒരുപോലെ നിൽക്കുന്നില്ല. അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ഫേസ് ഡിഫറെന്റ് ആണെന്നുള്ളത്. അപ്പം ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയുന്നത്, ഇവിടുത്തെ ഫസ്റ്റ് കർവ് വരുന്നത്, ഫസ്റ്റ് പീക്ക്, അത് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നത് ബ്ലൂ കളേർഡ് ലൈൻ ആണ്. അതിനുശേഷമാണ് ആ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ബ്ലാക്ക് കളേർഡ് കർവ് നടത്തുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ബ്ലൂ കളർ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മുന്നേ പോവുകയാണ്, അത് ബ്ലാക്ക് കളർ അതിന്റെ പുറകെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നോക്കൂ, ഈ ബ്ലാക്ക് കളറിന്റെ ഇതിനെ അപേക്ഷിച്ചത് ബ്ലൂ കളറാണ് ഫസ്റ്റ് ആ ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്തുന്നത്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളർ, കുറച്ച് സമയം കഴിയുമ്പോഴാണ് ബ്ലാക്ക് കളർ അതേ ആംപ്ലിറ്റ്യൂഡിൽ വരുന്നത്. സോ ഈ ബ്ലാക്ക് കളർ എന്താണ്, പുറകിലാണ് നിൽക്കുന്നത് ബ്ലൂ കളറിനെ. അപ്പൊ അത് ഇവിടെ നമുക്ക് ഈ മൈനസ് കൊണ്ട്, അത് നമുക്ക് ആർഗ്യുമെന്റിൽ ആ മൈനസ് ഇടുന്നതോടുകൂടി നമുക്ക് അതും അവിടെ മനസ്സിലാക്കാം, ഫേസ് ലാഗ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കളറിന് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതുന്ന വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കിക്കേ, നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി തന്നെ മോഷനെ പ്ലെയിനിലൊക്കെ കണ്ടതാണ്. നമുക്കറിയാം എന്താണ്, ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ, സർക്കുലർ മോഷൻ, അവിടുത്തെ ആംഗുലർ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ഒമേഗ റാഡ് പെർ സെക്കൻഡ് എന്നാണ് ആംഗുലർ വെലോസിറ്റി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ 2π ആണെന്ന് നമുക്കറിയാം. സോ ടൈം ഫോർ 1 റെവല്യൂഷൻ, ഒരു റെവല്യൂഷന്റെ ടൈം എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. സോ അത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഒമേഗ ബൈ 2π സെക്കൻഡ്സ് എന്ന് വരും. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ ജസ്റ്റ് എന്താണ്, നമ്മളുടെ മോഷനെ പ്ലെയിനിൽ ഒക്കെ നമ്മൾ ഇത് ഓൾറെഡി കണ്ടാണ്. അപ്പം ഇവിടെ ഇത് കുറച്ചും കൂടി വേറൊരു തരത്തിൽ ഒന്നുകൂടെയും കൂടി ഇവിടെ ഇത് തന്നെ പറയാണ്. അതായത് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x of t is equal to a cos omega t plus 5 ആണല്ലോ. ഓക്കെ, അത് നമ്മൾ സർക്കുലർ മോഷനിൽ കണ്ടതാണ്. അപ്പൊ റിലേഷൻ സെയിം തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് പീരിയോഡിക് 2 and 4 സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. അപ്പം അവിടെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x of t is equal to a cos omega t plus 5 ആയിട്ടാണ്. സോ സപ്പോസ് നമ്മൾ 5 0 ആയിട്ട് എടുക്കുക. 5 0 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ x of t എങ്ങനെ കിട്ടും, a cos ഒമേഗ ടി പ്ലസ് 5 എന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പം ഈ മോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പീരിയോഡിക് ആണ്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ സപ്പോസ് ആ പീരിയോഡിക് മോഷന്റെ ടൈം പീരീഡ്, അതായത് റെഗുലർ ഇന്റർവൽ ഇൻ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനും ഒരു ടൈം പീരീഡ് കഴിഞ്ഞത് ടി പ്ലസ് ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഡിസ്പ്ലേസ്മെന്റും ടിയുടെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി ആണ്.
ആൻഡ് എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യണം, ഈ ടിയുടെ കൂടെ നമ്മൾ ഒരു ഓക്കെ സോറി എക്സ് ഓഫ് ടി 5 കൊടുക്കുമ്പോൾ സോറി ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. 5 കൊടുക്കുമ്പോൾ ഇത് എ കോസ് ഒമേഗ ടി ആവുമല്ലോ. സോ നോക്കിക്കേ, സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ എ കോസ് ഒമേഗ ടി. അപ്പൊ എക്സ് ഓഫ് ടി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ ഈ ടിക്ക് പകരം നമ്മൾ ടി പ്ലസ് ടി എന്ന് പറയുമ്പോൾ ഈ ടിക്ക് പകരം ടി പ്ലസ് ടിയും കൂടെ കൊടുക്കണം. എക്സ് ഓഫ് ടി പ്ലസ് ടിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എ കോസ് ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി. അപ്പം നമുക്കറിയാം കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൊസൈൻ ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലും കണ്ടു. കൊസൈൻ ഫംഗ്ഷൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ആ കൊസൈൻ ഫംഗ്ഷന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ കൊസൈൻ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ആ ടൈം പീരീഡ് 2π ആണ്. അപ്പം ആ ബ്രാക്കറ്റിലുള്ള ഈ ഒരു കോസിന്റെ ഈ ബ്രാക്കറ്റിൽ ഒമേഗ ടി, ഇവിടെ കോസിന്റെ ബ്രാക്കറ്റിൽ ഒമേഗ ഇൻറ്റു ടി പ്ലസ് ടി, ഇതെന്ന് പറയുന്നത് 2πയിൽ ചേഞ്ച് ആകുമ്പോൾ, അപ്പൊ അതിന്റെ കൂടെ 2π ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം. അതാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഇതാണ്, ഇപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒമേഗ ടിയുടെ കൂടെ 2π ആഡ് ചെയ്താലും, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഒമേഗ ഓഫ് ടി പ്ലസ് ടിയുടെ കൂടെ ഒരു 2π ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, നമ്മളുടെ ഫംഗ്ഷൻ ഒരുപോലെ നിൽക്കും. ഒരുപോലെ നിൽക്കും എന്നല്ല, പറഞ്ഞത് ഒന്നുകൂടെ പറയാം, സ്ലൈറ്റ് മിസ്റ്റേക്ക്. സോ കൊസൈൻ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്, അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. ഓക്കെ, അപ്പം ആർഗ്യുമെന്റ് 2π ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഫംഗ്ഷൻ റിമെയിൻസ് ദ സെയിം. അപ്പൊ നമുക്ക് അത് നമ്മളുടെ ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആണ്. അപ്പൊ അതിന്റെ കൂടെ ഞാനൊരു 2π ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ ഇതേപടി തന്നെ നിൽക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നതും എ കോസ് ഒമേഗ ടി പ്ലസ് 2πയും എ കോസ് ഒമേഗ ടി പ്ലസ് 2π എന്ന് പറയുന്നത് സെയിം ആണ്. ബിക്കോസ് കോസ് ഫംഗ്ഷൻ പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് 2π എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ എ കോസ് ഒമേഗ ടിക്ക് പകരം എ കോസ് ഒമേഗ ടിക്ക് പകരം ഈ എ കോസ് ഒമേഗ ടിക്ക് പകരം ഞാൻ ഈ എ കോസ് ഒമേഗ ടി പ്ലസ് 2π എന്നിടുവാന്ന് വിചാരിക്കാം. സോ ഇറ്റ് വിൽ ബിക്കം എ കോസ് ഒമേഗ ടി പ്ലസ് 2π ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഓഫ് ടി പ്ലസ് ടി എന്ന് എനിക്ക് എഴുതാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ എ ഉണ്ട്, ഇവിടെ ഒ ഉണ്ട്. ഇപ്പൊ ഈ കോസിന്റെ ഈ ആർഗ്യുമെന്റിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ആർഗ്യുമെന്റിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് ഒമേഗ ടി പ്ലസ് 2π ഇസ് ഈക്വൽ ടു, ഇവിടെ ഇങ്ങനെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, ഒമേഗ ഇൻറ്റു ടി പ്ലസ് ക്യാപിറ്റൽ ടി. അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. സോ ഒമേഗ ടി പ്ലസ് 2π ഇസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഒമേഗ ക്യാപിറ്റൽ ടി. ഈ ഒമേഗ ടി ഇപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. സോ വിച്ച് ഇംപ്ലൈസ് ഒമേഗ ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു 2π, ഓർ നമുക്ക് ഒമേഗ എങ്ങനെ എഴുതാം, 2π ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ഈ ഒമേഗ എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് ദ ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി അതിന്റെ SI യൂണിറ്റ് ആണ് റാഡ് പെർ സെക്കൻഡ്. റാഡ് പെർ സെക്കൻഡ് ആണ് ഇതിന്റെ SI യൂണിറ്റ്. ഓക്കെ, സോ നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വിച്ച് ഇസ് ഗിവൻ ബൈ ന്യൂ ഇസ് ഗിവൻ ബൈ 1 ടൈം പീരീഡ്. സോ ഇവിടെ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടി അല്ലേ. 2π ബൈ ടി കുഡ് ബി റിട്ടൺ ആസ് 2π ഇൻറ്റു 1/t. So 2π into 1/t means nu. 2π nu. So omega is equal to 2π into frequency of oscillation. Omega is equal to 2π nu. And next നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന two simple harmonic motions ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, which is represented by ഒരു ബ്ലൂ കളറിലും ഒരു ബ്ലാക്ക് കളറിലുള്ള രണ്ട് ഓസിലേഷൻ. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് ആംപ്ലിറ്റ്യൂഡ്സ് സെയിം ആണ്. ആംപ്ലിറ്റ്യൂഡ്സ് രണ്ടിന്റെയും സെയിം ആണ്. ബ്ലാക്ക് കളറിന്റെയും അതുപോലെ തന്നെ ബ്ലൂ കളറിന്റെയും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഫൈയും സെയിം ആണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഫൈയുടെ ഇവിടുത്തെ ഒരു കേസിൽ ഫൈ പെട്ടെന്ന് സെയിം ആണെന്ന് നമുക്ക് ആക്ച്വലി ദർ ഇസ് നോ ലാഗിങ്. ഇത് ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരേ പോയിന്റിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ഫൈ സെയിം ആണെന്ന് പറയാം. പക്ഷെ അല്ലാതെ നമ്മൾ ആ ഇൻലൈൻ കൺസെപ്റ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അത് ഇൻലൈൻ കൺസെപ്റ്റ് എടുക്കാൻ പറ്റാത്തത് ഇതിന്റെ ഒമേഗ ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഒമേഗ ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ആ ഇൻലൈൻ കൺസെപ്റ്റ് വെച്ച് ഫൈ സെയിം ആണോ അല്ലേന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫൈ സെയിം ആണെന്ന് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ഒമേഗയാണ്. ഒമേഗ ഡിഫറെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ബ്ലാക്ക് കളർ ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ദിസ് റെപ്രസെന്റ് 1 ടൈം പീരീഡ്. ഇതാണ് ടൈം പീരീഡ് ഫോർ ബ്ലാക്ക് കളർ ഡ്രാഫ്റ്റ്. ഇനി ബ്ലൂ കളർ ഡ്രാഫ്റ്റിന്റെ ടൈം പീരീഡ് നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത്രയുമാണ് ബ്ലൂ കളർ ഡ്രാഫ്റ്റിന്റെ ടൈം പീരീഡ്. ദാറ്റ് ഇസ് ടൈം പീരീഡ് ഇസ് ഡിഫറെന്റ്. അപ്പൊ ടൈം പീരീഡും ഒമേഗയും ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലേ. അപ്പൊ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാം ഒമേഗ എയും ഒമേഗ ബിയും ഡിഫറെന്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് ഡിഫറെന്റ് ആണ് ഒമേഗ എയ്ക്കും ബിക്കും രണ്ട് ഗ്രാഫിനും. അപ്പൊ ഇതെന്ന് പറയുന്നത് സോ ദിസ് ഇസ് ഇതൊരു ഗ്രാഫ്, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം എന്ന് പറയുന്നത് 2 SHMs വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ് phi but amplitude and phi but different angular frequency. അപ്പൊ അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. ഓക്കെ, കാര്യം ഈ ഒമേഗ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ടൈം പീരീഡിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ ബ്ലാക്ക് കളർ ഡ്രാഫിന് ഈ ബ്ലാക്ക് കളർ ഡ്രാഫിന് ഹാഫ് പീരീഡേ ഉള്ളൂ when compared to the black color graph എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ TA എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് TA എന്ന് പറയുന്നത് TB/2 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ട്വൈസ് ദ ഫ്രീക്വൻസി ആയിരിക്കും ഒമേഗ കേക്ക് ഉണ്ട്. അതുകൊണ്ട് ഒമേഗ ബി എന്ന് പറയുന്നത് സോ therefore ഒമേഗ എ എന്ന് പറയുന്നത് എന്താണ് 2π/ ഒമേഗ എ എന്ന് പറയുന്നത് we could write as 2π/T and omega b is equal to 2π/TB and നമുക്ക് TB എങ്ങനെ എഴുതാൻ പറ്റും, 2a എന്ന് എഴുതാൻ പറ്റും. TA 2 into TA. സോ നോക്കുക ഒമേഗ ബി is equal to 2π/2a ആണ്. ഓക്കെ, 2π/2 into TA, that is omega b is equal to 1/2, half of omega a. Omega b എന്ന് പറഞ്ഞാൽ otherwise you could say frequency of A, graph A is twice the frequency of graph B. അപ്പൊ നമുക്ക് അത് ഈ ഗ്രാഫിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഈ ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 14.3 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ടൈം റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് പീരിയോഡിക് ബട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ടൈം റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിൻ്റെ അകത്ത് രണ്ട് ഫങ്ഷൻസ് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ അഥവാ പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പീരിയോഡിക് ആണ് പക്ഷെ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. അങ്ങനെ ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ ആണെങ്കിൽ അതിന്റെ പീരീഡും കൂടി കൊടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ആണ് ആദ്യം തന്നിരിക്കുന്നത്. സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. സോ നമുക്ക് വി ഓൾറെഡി നോ വൺ തിങ് ലൈക്ക് സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറയുന്ന കോസ് എക്സ് ആണ്. ഇത് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ഈ കോസ് ഒമേഗ ടി ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതാൻ സാധിക്കും. സോ യൂസിങ് ദിസ് ഐഡന്റിറ്റി നമുക്ക് കോസ് ഒമേഗ ടിയെ ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതാൻ സാധിക്കും. ദാറ്റ് ഇസ് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ π/2 മൈനസ് ഇവിടെ എക്സിന് പകരം വന്നിരിക്കുന്ന ഒമേഗ ടി ആണ്. നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് തിരക്കേടൊന്നുമില്ലല്ലോ. അപ്പം ഇനി നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാം. നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാവുന്ന വേറെ ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് 2 cos A sin B is equal to sin A plus B minus sin
എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇതൊക്കെ മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി, ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇത് യൂസ് ചെയ്യാതെ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബിക്കോസ് നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വി കുഡ് റെപ്രസെന്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് കോസ് എ സൈൻ ബി. ഈ ഒരു ഫോമാറ്റിൽ എഴുതാം. വിത്ത് നമ്മളുടെ ഇവിടുത്തെ ഈ എയും ബി എന്ന് പറയുന്നത്, ഇവിടുത്തെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് π/4ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ω(t−π/4) ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് എ പ്ലസ് ബി, നമ്മുടെ ഫസ്റ്റ് സൈൻ ഓഫ് എ പ്ലസ് ബി എന്നാണല്ലോ ഇവിടുത്തെ ഈ ഒരു ആർഗ്യുമെന്റ്, ഫസ്റ്റ് ആർഗ്യുമെന്റ്. അപ്പൊ എ പ്ലസ് ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ നമ്മുടെ π/4ഉം ബി എന്ന് പറഞ്ഞ ω(t−π/4) എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ π/4 ഈ π/4 ക്യാൻസൽ ആയിട്ട് ω(t) കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ എ പ്ലസ് ബിക്ക് പകരം നമുക്ക് ഇവിടെ ഒരു ω(t) ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി എ മൈനസ് ബി എടുത്ത് നോക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് π/4 മൈനസ് ω(t) പ്ലസ് π/4 എന്ന് വരും. ദാറ്റ് ഇസ് 2π/4 മൈനസ് ω(t) അഥവാ π/2 മൈനസ് ω(t). അപ്പൊ ഇതല്ല നമ്മൾ സെക്കൻഡ് ബ്രാക്കറ്റിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം നമ്മുടെ എ പ്ലസ് ബി എന്ന് പറയുന്ന ω(t)യും എ മൈനസ് ബി എന്ന് പറയുന്ന π/2 മൈനസ് ω(t) എന്ന് പറയുന്ന രണ്ട് സാധനം നമ്മുടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉണ്ട്. അതിൽ നിന്നും തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്, നമ്മളിപ്പം കണ്ടുപിടിച്ച സാധനങ്ങൾ വെച്ചത് സൈൻ ω(t) മൈനസ് സൈൻ π/2 മൈനസ് ω(t). ദിസ് ഇസ് ഇൻ ദ ഫോമാറ്റ് ഓഫ് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ഇതേപോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 2 cos എ സൈൻ ബി. ഇതാണ് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ഇതുപോലെ തന്നെ എഴുതാലോ. ദാറ്റ് മീൻസ് 2 cos, ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് π/4 ആണ്. സോ π/4 ആൻഡ് നമ്മളുടെ ബി എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ω(t മൈനസ് π/4 ആയിട്ടാണ് ബി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് cos π/4ന്റെ വാല്യൂ നമുക്കറിയാം. അത് cos 45 ഡിഗ്രി. അതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ നമുക്ക് ഓർക്കേണ്ട വാല്യൂ ആണ്. ദാറ്റ് ഇസ് 1/√2. അപ്പൊ ഈ cos π/4 എന്ന് പറയുന്നത് എനിക്ക് 1/√2 കൊടുക്കാമല്ലോ. സോ 2 × 1/√2 സൈൻ ω(t മൈനസ് π/4. അപ്പം ഇനി ഒരു റൂട്ട് കൊണ്ട് ഞാൻ മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഇസ് √2 × താഴെയും കൂടെ കൊടുക്കുക. എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, സൈൻ ω(t മൈനസ് π/4. അപ്പൊ ഈ റൂട്ടും കൂടി 2 ആവും. ആ 2 ഈ 2 ക്യാൻസൽ ആവും. പിന്നെ മിച്ചമുള്ളത് √2 സൈൻ ω(t മൈനസ് π/4 എന്ന് വരും. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ x(t), നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. രണ്ടും ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, x(t). അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് √2 സൈൻ ω(t മൈനസ് π/4 ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെയാണ് ഇത് എഴുതിയത്, cos ω(t + 5). ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ സൈൻ രൂപത്തിലും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, cos ω(t മൈനസ് +5 എന്ന് പറഞ്ഞ സൈൻ രൂപത്തിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ എക്സാക്ട്ലി എന്താണ് ഈ ഒരു ഇക്വേഷനെ പോലെ തന്നെയാണ് ഈ ഇക്വേഷനും ഏകദേശം ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് സൈനും കോസും ഇൻവോൾവ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇറ്റ് ഇസ് പീരിയോഡിക് മോഷൻ എന്നുള്ളത് അവർ രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് സിമ്പിൾ ഹാർമോണിക്കും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു x(t)യും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ x(t) എങ്ങനെയാണോ ഇരിക്കുന്നത് അതും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ therefore it resembles the equation of a simple harmonic motion. Therefore this is simple harmonic motion. അങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നമ്മൾ ടൈം പീരീഡ് കൊടുക്കണം. സോ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ അകത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അവിടുത്തെ ടൈം പീരീഡ് ഈസ് given by 2π/ω എന്ന് പറയുന്നതാണ്. ഇത് 2π/ω, that is the ടൈം പീരീഡ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പിന്നെ നമുക്ക് ഇവിടെ ഫേസ് ആംഗിൾ നോക്കാം. വാട്ട് ഇസ് ഫേസ് ആംഗിൾ? നമ്മുടെ +5 പകരം ഇവിടെ വന്നിരിക്കുന്നത് -π/4 ആണ്. സോ നമ്മുടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് -π/4 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറെ തരത്തിലും ഓർ
സി ഈ -5/4 എന്ന ഇത് പീരിയോഡിസിറ്റി എന്താണ്? 2π പീരിയോഡിസിറ്റി ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. -5/4 2π ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7π/4. സോ അതിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 7π/4 ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. കുഡ് ബി -5/4 ഓർ 7π/4. അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇതാണോ എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് sin2ωt അല്ല, ദിസ് ഇസ് sin2ωt. ഓക്കെ, അതാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇനി അടുത്തത് നമ്മൾ ചോദിച്ചിരിക്കുന്ന x(t) നമുക്ക് തന്നിരിക്കുന്നത് sin2ωt. അത് പീരിയോഡിക് ആണോ ഹാർമോണിക് ആണോ എന്നുള്ളത്. സൈൻ ഇൻവോൾവ് ആകുമ്പോൾ തന്നെ വിചാരിക്കുക ഇറ്റ് ഇസ് പീരിയോഡിക് മോഷൻ. സൈൻ ഉണ്ടെങ്കിൽ തന്നെ പീരിയോഡിക് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പീരിയോഡിക് ആണെന്ന് അപ്പൊ തന്നെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ ഈ ഐഡന്റിറ്റീസ് എല്ലാം പഠിച്ചു വെക്കേണ്ടി വരും. ഇവിടെ sin2x = 1 - cos 2x/2 എന്ന് പറയുന്നൊരു ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ എക്സിന് പകരം വന്നിരിക്കുന്നത് ωt ആണ്. ഓക്കെ, ഇവിടെ എക്സിനെ റീപ്ലേസ് ചെയ്യുന്നത് ωt ആണ്. അപ്പം sin2ωt നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 1 - cos 2ωt/2 എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഈ 1/2 എന്നുള്ളത് ഇൻഡിപെൻഡന്റ്ലി കൊടുക്കുകയാണെങ്കിൽ it will be like 1/2 - cos 2ωt/2 എന്ന് വരും. അപ്പം ഇതും ഒരു ഹാർമോണിക് മോഷൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഓൾസോ ഹാർമോണിക് മോഷൻ. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു ഹാഫ് ആണെന്നേ ഉള്ളൂ. ഈ ഹാഫ് ഇല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി -1/2 cos 2ωt എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? -1/2 എടുക്കാം. അതുപോലെ തന്നെ ഫേസ് 0 എടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇവിടെ ഈ ഹാഫ് എക്സ്ട്രാ വരുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് 0 അല്ല എന്നുള്ളതേ ഉള്ളൂ. നോർമലി ഇപ്പം ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ലൈക്ക് -1/2 cos 2ωt എന്ന് ആണ്, അല്ലെങ്കിൽ അങ്ങനെ വരുമായിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്? ഇത്രയും മാത്രമേ വരുന്നുള്ളെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0. ഇക്വിലിബ്രിയം പൊസിഷൻ 0 ആണെന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് 0 ഈ ഹാഫ് ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. 0-ലായിരുന്നെങ്കിൽ അത് -1/2 cos 2ωt പോകുമായിരുന്നു. അപ്പം ആ സ്റ്റാർട്ടിങ് ഇക്വിലിബ്രിയം പൊസിഷൻ 0 അല്ല എന്നുള്ളത് മാത്രമേ ആ മുന്നിലുള്ള ഹാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ദിസ് ഇസ് ഓൾസോ എ ഹാർമോണിക് മോഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.